ഹലോ നമസ്കാരം. സഹകാരി എക്സ്പ്രസിന്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുഗ യുഗീൻ ഭാരതിന് ഫ്രഞ്ച് ടച്ച്. ഇപ്പൊ എന്താണ് യുഗ യുഗീൻ ഭാരത്? എന്താണ് യുഗ യുഗീൻ ഭാരത്? എന്താണ് അതിൽ ലഭിച്ച ഫ്രഞ്ച് ടച്ച്? നോക്കാം. യുഗ യുഗീൻ ഭാരത് എന്ന പുതിയ നാഷണൽ മ്യൂസിയം നിർമ്മിക്കാൻ ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പിട്ട രാജ്യം ഫ്രാൻസ്. അപ്പൊ എന്താണ് യുഗ യുഗീൻ ഭാരത്? ഇതൊരു നാഷണൽ മ്യൂസിയം ആണ്. എന്താണ് യുഗ യുഗീൻ ഭാരത്? ഒരു നാഷണൽ മ്യൂസിയം ആണ്. ഈ മ്യൂസിയം നിർമ്മിക്കാൻ ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പിട്ടിരിക്കുകയാണ് ഫ്രാൻസ്. 950 മുറികളുള്ള മ്യൂസിയത്തിൽ ഇന്ത്യയുടെ 5000 വർഷത്തെ ചരിത്രം വിവരിക്കുന്ന പുസ്തകങ്ങൾ പ്രദർശിപ്പിക്കും. നോർത്ത് സൗത്ത് ബ്ലോക്കുകളിലായി തയ്യാറാക്കുന്ന 1.55 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള പുതിയ മ്യൂസിയത്തിന്റെ നിർമ്മാണത്തിന് ഫ്രഞ്ച് മ്യൂസിയം വികസന ഏജൻസി പിന്തുണ നൽകും. പാരീസിലെ ലൂവ്ര മ്യൂസിയം, എന്താണ് ലൂവ്ര മ്യൂസിയം? എവിടെയാണ്? പാരീസിലാണ്. പാരീസിലെ ലൂവ്ര മ്യൂസിയം, ഓർസെ മ്യൂസിയം തുടങ്ങി 13 ഫ്രഞ്ച് കലാ സംരംഭങ്ങളുടെ പിന്തുണയോടെയാണ് യുഗ യുഗീൻ ഭാരത് മ്യൂസിയം നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ യുഗ യുഗീൻ ഭാരതിന് ലഭിക്കുന്ന ഫ്രഞ്ച് ടച്ച് എന്ന് പറയുന്നത്. ആക്സിയം 4 മിഷൻ. എന്താണ് ആക്സിയം 4 മിഷൻ? ഇന്ത്യൻ ബഹിരാകാശ യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ആക്സിയം 4 ദൗത്യം ഒരുങ്ങുന്നു. അപ്പൊ എന്താണ് ആക്സിയം 4 ദൗത്യം? ഇന്ത്യൻ ബഹിരാകാശ യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ദൗത്യമാണ് ആക്സിയം 4 ദൗത്യം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള 4ാമത്തെ സ്വകാര്യ ബഹിരാകാശ യാത്രിക ദൗത്യമാണിത്. അപ്പോൾ ഇതൊരു സ്വകാര്യ ദൗത്യമാണ്. 4ാമത്തെ സ്വകാര്യ ബഹിരാകാശ യാത്രിക ദൗത്യമാണ് ആക്സിയം 4 എന്ന് പറയുന്നത്. ഇവിടെ പോകുന്നത് ഇന്ത്യൻ ബഹിരാകാശ യാത്രികരാണ് എന്നുകൂടി ഓർക്കുക. ദൗത്യത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 14 ദിവസമാണ്. വിക്ഷേപണ സ്ഥലം ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്റർ. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് ഇത് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത്. വിക്ഷേപണ വാഹനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിക്ഷേപണ വാഹനം സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് ആണ്. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് ആക്സിയം 4 ദൗത്യം പോകുന്നത്. നാസയുടെ സഹായത്തോടെയാണ് ഈ ദൗത്യം സംഘടിപ്പിക്കുന്നത്. ഓർക്കുക, നാസയുടെ സഹായത്തോടു കൂടിയാണ് ഈ ദൗത്യം സംഘടിപ്പിക്കുന്നത്. കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് 2024. എന്താണ് കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് 2024? എന്താണെന്ന് നോക്കാം. കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് 2024 റാങ്കിംഗ് പ്രഖ്യാപിച്ചു. യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും ഉയർന്ന ബഹുമതി നേടിയത് കുസാറ്റ് ആണ്. യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും ഉയർന്ന ബഹുമതി നേടിയത് കുസാറ്റ് ആണ്. മികച്ച എഞ്ചിനീയറിംഗ് കോളേജ് നമ്മുടെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് ആണ്. മികച്ച എഞ്ചിനീയറിംഗ് കോളേജായി തിരഞ്ഞെടുത്തത് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് ആണ്. മികച്ച ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മികച്ച ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആയത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ആണ്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ആണ് മികച്ച ആർട്സ് ആൻഡ് സയൻസ് കോളേജായി മാറിയത്. രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാന സർക്കാർ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് റാങ്ക് നൽകുന്നത്. ഓർക്കുക, രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് റാങ്ക് നൽകുന്നത്. ആ സംസ്ഥാനം ഏതാണ്? നമ്മുടെ ഈ കൊച്ചു കേരളമാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ആണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ഫിഫ റാങ്കിംഗ്. അന്താരാഷ്ട്ര ഫുട്ബോൾ സംഘടനയുടെ പുതിയ റാങ്കിങ്ങിൽ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തിയ ഇന്ത്യ 126ാം സ്ഥാനത്തേക്ക്. അപ്പോൾ ഇന്ത്യ 126ാം സ്ഥാനത്തേക്ക് മാറിയിരിക്കുകയാണ്. ഈ വർഷം ഇന്ത്യക്ക് അന്താരാഷ്ട്ര മത്സരങ്ങൾ വിജയങ്ങളൊന്നുമില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ 106ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്. നിലവിലെ ലോക ചാമ്പ്യനായ അർജന്റീനയാണ് 1ാം സ്ഥാനത്ത്. അപ്പോൾ 1ാം സ്ഥാനം അർജന്റീനയാണ്. 2ാം സ്ഥാനം ഫ്രാൻസ് ആണ്. 2ാം സ്ഥാനം നേടിയത് ഫ്രാൻസ് ആണ്. യൂറോ കപ്പ് ജേതാക്കളായ സ്പെയിൻ, ഇംഗ്ലണ്ട്, ബ്രസീൽ എന്നീ ടീമുകളാണ് യഥാക്രമം 3, 4, 5 സ്ഥാനങ്ങളിൽ. അപ്പോൾ 3, 4, 5 സ്ഥാനങ്ങളിൽ സ്പെയിൻ, ഇംഗ്ലണ്ട്, ബ്രസീൽ എന്നീ ടീമുകളാണ്. 2024 കൂടുതൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച
അങ്കോള 32 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 85-ാം റാങ്കിങ്ങിലെത്തി. അപ്പോൾ ഓർക്കുക, 2024 കൂടുതൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച രാജ്യമാണ് അങ്കോള. അങ്കോള അവരുടെ സ്ഥാനം 32 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 85-ാം റാങ്കിലേക്ക് ഉയർന്നിരിക്കുകയാണ്. 32 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 85-ാം റാങ്കിലേക്ക് ഉയരുക എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പൊ ഫിഫ ലോക റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് മികച്ച പുരുഷ താരം, വനിതാ താരം, ഗോൾ കീപ്പർ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ആരൊക്കെയാണെന്ന് നിങ്ങളൊന്ന് റീവൈൻഡ് ചെയ്ത് കമന്റ് ചെയ്യുക. മറ്റു ചില ആനുകാലിക വാർത്തകൾ നോക്കാം. പ്രസിഡന്റ് ട്രോഫിയിൽ മുത്തമിട്ട് വിയ്യപുരം. പ്രസിഡന്റ് ട്രോഫിയിൽ മുത്തമിടാനായില്ലെങ്കിലും കായൽ മാമാങ്കത്തിൽ ജലരാജാവായി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ ചുണ്ടൻ. അപ്പോൾ CBLൽ വിജയിയായിരിക്കുകയാണ് നമ്മുടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ ചുണ്ടൻ. CBLലെ ആദ്യ മുൻ സീസണുകളിലെയും ടൈറ്റിൽ വിജയികളായ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ഇത്തവണയും CBL കിരീടം സ്വന്തമാക്കി. അപ്പോൾ CBLലെ ആദ്യ മുൻ സീസണുകളിലെയും ടൈറ്റിൽ വിജയിയായിരുന്നത് നമ്മുടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തന്നെയാണ്. അവർ തന്നെ ഇത്തവണയും CBL കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു. കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയ്യപുരം ചുണ്ടൻ CBLൽ 2-ാം സ്ഥാനത്തും നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടൻ 3-ാം സ്ഥാനത്തുമായി. അപ്പോൾ പ്രസിഡന്റ് ട്രോഫി ലഭിച്ച ക്ലബാണ് വിയ്യപുരം. ഇപ്പോൾ കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയ്യപുരം ചുണ്ടൻ CBLൽ 2-ാം സ്ഥാനത്തും നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടൻ 3-ാം സ്ഥാനത്തും എത്തി. വനിതകളുടെ 3 വള്ളങ്ങളടക്കം 10 ചെറുവള്ളങ്ങളുടെ മത്സരങ്ങളാണ് നടന്നത്. എത്രയാണ് നടന്നത്? 10 എണ്ണം. വനിതകളുടെ 3 വള്ളങ്ങളടക്കം 10 ചെറുവള്ളങ്ങളുടെ മത്സരം നടന്നു. CBL ജേതാക്കൾക്ക് 25 ലക്ഷവും 2ഉം 3ഉം സ്ഥാനത്തിന് 15 ലക്ഷം 10 ലക്ഷം രൂപ വീതവുമാണ് സമ്മാനം. പ്രസിഡന്റ് ട്രോഫിയിലെ 1-ാം സ്ഥാനക്കാർക്ക് 5 ലക്ഷം രൂപയും രാഷ്ട്രപതിയുടെ കയ്യൊപ്പുള്ള സ്വർണ്ണ കപ്പുമാണ് ലഭിച്ചത്. അപ്പൊ പ്രസിഡന്റ് ട്രോഫിക്ക് ലഭിക്കുന്നത് 5 ലക്ഷം രൂപയും രാഷ്ട്രപതിയുടെ കയ്യൊപ്പുള്ള സ്വർണ്ണ കപ്പുമാണ്. അപ്പൊ CBLലെ വിജയി നമ്മുടെ പള്ളാത്തുരുത്തിയാണ് എന്ന് ഓർക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്